ജൂലൈ 3-ാം തീയതി വിശുദ്ധ തോമാശ്ലീഹായുടെ മരണത്തിരുനാൾ, ദുഃഖാനത്തിരുനാൾ. കാലാകാലങ്ങളായി പരമ്പരാഗതമായി നമ്മളെല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ശീർഷകമാണ് സംശയിക്കുന്ന തോമ. സത്യത്തിൽ സംശയിക്കുന്ന തോമ എന്ന് പറയാനുള്ള അർഹത, യോഗ്യത, അവകാശം വിശുദ്ധ തോമാശ്ലീഹായ്ക്കുണ്ടോ? നമുക്കും അവനോടൊപ്പം പോയി മരിക്കാമെന്ന് മറ്റ് അപ്പസ്തോലന്മാരെ ഉദ്ബോധിപ്പിച്ചവനാണ് വിശുദ്ധ തോമാശ്ലീഹ. എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനോടുള്ള, തൻ്റെ ഗുരുവിനോടുള്ള, യേശുവിനോടുള്ള അഗാധമായ ആത്മാർത്ഥമായ സ്നേഹവും അവനിലുള്ള വിശ്വാസവും കൊണ്ട് അവനുണ്ടായ ധീരത, ആ ധീരതയുടെ ഒരു എക്സ്പ്രഷനായിരുന്നു നമുക്കും അവനോടൊപ്പം പോയി മരിക്കാം. അങ്ങനെ ആത്മാർത്ഥമായി വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്ത വിശുദ്ധ തോമാശ്ലീഹ ഇല്ലാത്ത സമയത്ത് ഉത്തിതനായ യേശു അപ്പസ്തോല ഗണത്തിൽ വന്നു എന്ന് ആ ശിഷ്യന്മാർ തോമസിനോട് പറഞ്ഞപ്പോൾ തോമസിന് ഭയങ്കര വിഷമമായി. ആ വിഷമത്തിലുണ്ടായ വാശിയാണ് നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 25-ാം വാക്യത്തിൽ കാണുന്നത്. അവൻ്റെ കരങ്ങളിലുള്ള ആണിപ്പാടുകളിൽ എൻ്റെ വിരലിടുകയും അവൻ്റെ പാർശ്വത്തിൽ തൊടുകയും ചെയ്യല്ലാതെ ഞാൻ ഇത് വിശ്വസിക്കുകയില്ല എന്ന് വളരെ ധീരമായി തോമാശ്ലീഹ പറഞ്ഞത്. ഇത് സ്നേഹത്തിൻ്റെ ഒരു വാശിയാണ്. അറിയാനും അനുഭവിക്കാനുമുള്ള ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവൻ്റെ ഒരു വാശി. അതുകൊണ്ട് തോമാശ്ലീഹ ഒരു സംശയിക്കുന്ന തോമയല്ല, വാശിക്കാരനായ ഒരു തോമയാണ്. ഈ വാശിയൊക്കെ നമ്മളുടെ ജീവിതത്തിലുണ്ടാകണം. യേശുവിനെ, ക്രിസ്തുവിനെ, ദൈവത്തെ അറിയാനും അനുഭവിക്കാനുമുള്ള വാശി, തീവ്രമായ ആഗ്രഹത്തിൻ്റെ ഉൽപ്പന്നം. നമുക്ക് പല കാര്യങ്ങളോടും വാശിയുണ്ട്, ഇല്ലേ? പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നടക്കണമെന്ന് വളരെ ശക്തമായി വാശി പിടിക്കുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് ഇന്നേ ദിവസം വിശുദ്ധ തോമാശ്ലീഹ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, നമ്മൾ വാശി പിടിക്കണം. അത് യേശുവിനെ അറിയാനും ക്രിസ്തുവിനെ അനുഭവിക്കാനും ദൈവസ്നേഹത്തിൽ നിലനിൽക്കാനുമുള്ള വാശി, അത് നമുക്ക് വേണം എന്നതാണ് ഈ ദുഃഖാനത്തിരുനാൾ മുഖമായ ഭാഷയിൽ വിശുദ്ധ തോമസിൻ്റെ ജീവചരിത്രത്തിലൂടെ, അവൻ്റെ മരണത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. അങ്ങനെ വിശുദ്ധ തോമാശ്ലീഹായുടെ ദുഃഖാനത്തിരുനാൾ, മരണത്തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലും ഒരു വാശി ഉണ്ടാകട്ടെ. ദൈവത്തെ അറിയാനും അനുഭവിക്കാനും അവൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കാനുള്ള വാശി. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.